നിങ്ങളെല്ലാവരും ഇടയ്ക്കാ വാഴാനി ഡാം കാണാൻ പോവാ? ആ എന്നാൽ ഞാനും ഉണ്ട്, എന്നെ കൊണ്ടോ. ഞങ്ങൾ മുള്ളൂർക്കരയുള്ള ആളേൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഓണക്കായപ്പോൾ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം, ഡാം കാണാൻ പോകുന്നത്, വാഴാനി ഡാം. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് ഡാം. ഒരു 10-12 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ വാഴാനി ഡാം കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളും പോരെ, നമുക്ക് ഒരുമിച്ച് ഡാമൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പോരാം. പോണ വഴിക്ക് കുറച്ച് റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് പോകാം നമുക്ക്. അപ്പോൾ എല്ലാവരും കൂടെ പോരെ. ഇത് തൃശ്ശൂർ ജില്ലയിലത്തെ വടക്കാഞ്ചേരിയിൽ നിന്ന് 8 കിലോമീറ്റർ, വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ പോയാൽ വാഴാനി ഡാമെത്തി. നല്ല കാണാൻ നല്ല സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. നല്ല പേര് കേട്ട അമ്പലമാട്ടത്. ഇത് വടക്കാഞ്ചേരി ഷൊർണൂർ റൂട്ടിലുള്ളതാണ്. ഇതാണ് നമ്മുടെ പ്രശസ്തമായ ഉത്രാളിക്കാവ് അമ്പലം. മറ്റേ വെടിക്കെട്ടിനും ഒക്കെ നല്ല പേര് കേട്ട ഉത്രാളിക്കാവ് ക്ഷേത്രം. അപ്പോൾ കാഴ്ച കാണാൻ കൂടെ പോരെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കൾ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും അത് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കനോട് അമർത്തിയേക്ക്. നമ്മൾ പോണത് അടിൻ്റെ ഓട്ടോറിക്ഷയ്ക്കാണ്. അവൻ തൃശ്ശൂർ ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. അവന് ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് ഞങ്ങൾ പോണത്. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി. അവിടെ നിന്ന് 8 കിലോമീറ്റർ കിഴക്കോട്ട് പോയ വാഴാനി ഡാമെത്തി. അപ്പോൾ തൊട്ടടുത്ത് റെയിൽവേ ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ അടവണത്. അപ്പോൾ കുറച്ച് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് ഡാം കാണാൻ പോകാന്നുള്ളത്. 5 മണിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ 6 മണിയുള്ളതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. കയറ്റി വിട്ടാൽ നമുക്ക് കയറി പോരാം, കണ്ടൊക്കെ പോരാ. നേരം വൈകി, എന്തായാലും പോയി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടാ. ഇത് കളിമണ്ണ് ഉണ്ടാക്കിയ ഡാമെന്നാണ് പറഞ്ഞത്, കളിമണ്ണ്. അപ്പോൾ നമുക്ക് അതൊന്നും പോയി നോക്കാം നമുക്ക്. എങ്ങനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സംഭവം നമ്മുടെ അടുത്ത് തന്നെയാണ്, ആദ്യമായിട്ട് പോണത്. അവിടെ നിന്ന് നമുക്ക് പാസ് എടുക്കണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. ഒരാൾക്ക് 20 രൂപ, നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ പാർക്കിങ്ങിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. നല്ല കാണാൻ സ്ഥലമുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് മുകളിൽ കയറിയിട്ടുണ്ട് ഡാമിനോടേക്ക് എത്തണമെങ്കിൽ. ഇപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് കാഴ്ചകളൊക്കെ കാണട്ടെ. അപ്പോൾ നിങ്ങളും കാഴ്ചകളൊക്കെ കാണും. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, എൻ്റെ പൂന്തോട്ടമുണ്ട്. നല്ല 20 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല. തൂക്കുപാലത്തിലൂടെ കയറാം. അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഇനി കാഴ്ചകളൊക്കെ കാണും നിങ്ങൾ.
ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി, സന്ധ്യയായി. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ കാണാത്ത ആൾക്കാർ വന്നിട്ട് കണ്ടോട്ടെ, കാണാൻ പറ്റാത്ത സൗകര്യമുള്ള ആൾക്കാർ. കാണാൻ നല്ല കാഴ്ചകളുണ്ട്, കാണാൻ രസമുണ്ട്. അപ്പോൾ വെക്കേഷനൊക്കെ ഇങ്ങോട്ട് പോരെ നമ്മുടെ വാഴാനം ഡാം കാഴ്ചകൾ കാണാൻ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.